പറഞ്ഞ ഉടുപ്പ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീടിൻ്റെ മുകളിലേക്ക് താമസം മാറിയതും വീട്ടിൽ കുറച്ച് പണി നടക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ. ഇവിടെ ഇങ്ങനെ സെറ്റ് ആവണേ ഉള്ളൂ കേട്ടോ. നമ്മളൊരു വീട്ടിലേക്കൊക്കെ വിരുന്ന് വന്നാലുണ്ടാവില്ലേ, അതേപോലത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ. എന്തൊക്കെ പണികളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഉണ്ടാക്കേണ്ടത്, ഒരു ഐഡിയ ഇങ്ങോട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് രാവിലെ ജനലുണ്ട് തുറന്നിരുന്നതാണ് കേട്ടോ. പിന്നെ ഭയങ്കര വെയിലും ചൂടാണ്. ഒരു താൽക്കാലിക കർട്ടനാണിത്. യാമിക്കുട്ടി ഇതാ അപ്പുറത്തെ റൂമിൽ കിടന്ന് നല്ല ഉറക്കത്തില്ല. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ തന്നെ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നിൽക്കാൻ. പ്രത്യേകിച്ച് ഒരു പണികളും ഒന്നുമില്ല, നമുക്ക് അടിക്കാനും തുടക്കാനും വല്ലാതൊന്നും ഇല്ലല്ലോ. ഈ സാധനങ്ങളൊക്കെ ഒന്നും എടുത്ത് വെച്ചാൽ മതി. ശരിക്കും അടിച്ചു വാരം തന്നെ ഉണ്ടാവണില്ല. നല്ല രസം. കുറച്ചൊക്കെ ഉള്ള ഈ രസം ഉണ്ടാവും കേട്ടോ. കുറേ റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഗൾഫിൽ പോയവരൊക്കെ പറയില്ലേ, അവിടെ ഇങ്ങനെ റൂമിൻ്റെ ഉള്ളിൽ ഒരു അടച്ചിരിക്കുകയാണ്, ഒരു മടുപ്പാണെന്നൊക്കെ എന്ന പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഷെഫ് മോൻ്റെ കിടപ്പാടം. ഇത് പിന്നെ ഞങ്ങൾ ഉച്ചക്കൊക്കെ ജസ്റ്റ് വെറുതെ ഒരാൾക്ക് കിടക്കാൻ, അല്ലെങ്കിൽ ഞാനും യാമിക്കുട്ടിയൊക്കെ ഒന്നിങ്ങനെ കിടക്കാൻ ഇത് കേട്ടോ. യാമിക്കുട്ടിയുടെ പ്ലേ ഗ്രൗണ്ട് അവിടെയാണ്. ഞാനും യാമിക്കുട്ടിക്ക് ബൂബുക്കുട്ടിനൊക്കെ ഇതാ ഇവിടെ ആയിട്ടാ കിടക്കുക. നമുക്ക് അടുക്കളേക്കൊന്ന് പോയി നോക്കി വെക്കാം. ഞാൻ അടുക്കള കാണാൻ വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ട്. മൈക്ക് നിങ്ങൾ പറയണൊന്നും അവൾക്ക് കേൾക്കാതിരിക്കണ്ട. ഇവിടെ വന്നിട്ട് സ്പെഷ്യലായിട്ട് ഞങ്ങൾ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെയൊക്കെ വെറുതെ കഞ്ഞി അച്ചാറും അങ്ങനെയൊക്കെ വെക്കുന്നു കേട്ടോ. ഒന്നും ഒരു ഞാൻ പറഞ്ഞില്ലേ, ഒരു എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇട്ടിരുന്നില്ല ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ. അപ്പൊ ഇന്നൊക്കെ പറഞ്ഞു നമുക്ക് ബിരിയാണിയൊക്കെ വെക്കാം. ബിരിയാണി വെച്ചോണ്ട് ഉദ്ഘാടനം കഴിക്കാന്ന് പറഞ്ഞാണ്ട് ബിരിയാണി വെക്കാൻ ഇറങ്ങിക്കണം കേട്ടോ. പുതിയ അടുക്കള കൊണ്ട് പിച്ച വെച്ച് ഇങ്ങനെ വരുന്നുള്ളൂ കേട്ടോ. ഒന്ന് ഇങ്ങനെ തെർത്തീബായി വരുന്നുള്ളൂ എന്ന് പറയുന്നത്. തെർത്തീബ് ബിരിയാണിയാണ് പഠിച്ചിട്ട് വേണം. ഊഞ്ഞാലാടിയിട്ടാണ് കേട്ടോ. ഉള്ളി മുറിക്കലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്. നല്ല രസമാണ്. അടുക്കളയിലൊക്കെ ഊഞ്ഞാല എവിടെ ഉണ്ടാവില്ല അല്ലേ? അടുക്കളയിൽ ഉണ്ടാവും, നമ്മളോടെ മാത്രമേ ഉണ്ടാവുള്ളൂ. എനിക്കിന്ന് വേറൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങണം. പുറത്തൊക്കെ ഭയങ്കര വെയിലും ചൂടൊക്കെയാണ് കേട്ടോ. നമ്മളിങ്ങനത്തെ ഈ ഒരു അലച്ചിലും തിരിച്ചിലും അങ്ങനെയൊക്കെ ആയിട്ടും പിന്നെ ഉറക്കക്കുറവും അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പം ഈ മുഖക്കുരൊക്കെ ഉണ്ടാവുന്ന സ്കിന്നുകാർക്കൊക്കെ പെട്ടെന്ന് മുഖക്കുരൊക്കെ വരില്ല. അതും നമ്മളെ സ്പെഷ്യൽ ഒക്കേഷനിലൊക്കെയാണ് മുഖക്കുരു വരികയാണെങ്കിൽ ഭയങ്കര വിഷമാക്കാറില്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർ ആരും വിഷമിക്കേണ്ട. ദാ വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റിയ ഹിമാലയ പ്യൂരിഫൈ നീം ഫേസ് വാഷ് ഉപയോഗിച്ചാൽ മതി. ഇത് 100% നാച്ചുറൽ നീമിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖക്കുരു ഉണ്ടാക്കാൻ കാരണക്കാരായിട്ടുള്ള 99.9% ബാക്ടീരിയാസിനെ ഇത് ക്ലെൻസ് ചെയ്യും. ഇത് ക്ലിനിക്കലി പ്രൂവ്ഡ് ആണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് വാഷിൽ തന്നെ മുഖത്തുള്ള ഡേർട്സും ഇമ്പ്യൂരിറ്റീസും ഒക്കെ മാറ്റിയിട്ട് മുഖക്കുരുവിനെ റെഡ്യൂസ് ചെയ്യും. അതുപോലെ ഹിമാലയ പ്യൂരിഫൈ നീം ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തിന്റെ സ്കിന്നിന്റെ ഒക്കെ pH ബാലൻസ് ചെയ്യും. കാരണം ഇതിൽ സ്കിൻ ഫ്രണ്ട്ലി pH ആണുള്ളത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് സോപ്പ് ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് മുഖം കഴുകിയിട്ട് വരാം. ആദ്യം നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് മുഖം ഒന്ന് കഴുകി കൊടുക്കുക. പിന്നെ കുറച്ച് ഫേസ് വാഷ് എടുക്കുക. വളരെ കുറച്ച് മതി കേട്ടോ. പിന്നെ മുഖത്ത് നല്ല സർക്കുലർ മോഷനിൽ പതുക്കെ മസാജ് ചെയ്യുക. അപ്പം ഇങ്ങനെ കുറച്ച് നേരം മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളം കൊണ്ട് വാഷ് ചെയ്ത് കളയാം. പെട്ടെന്നുള്ള റിസൾട്ടിന് ഡെയിലി 2 നേരം വെച്ചിട്ട് മുഖം കഴുകിയാൽ മതി. അങ്ങനെ പിമ്പിൾ ഫ്രീ ഹെൽത്തി സ്കിൻ നമ്മളെ ഹിമാലയ പ്യൂരിഫൈ നീം ഫേസ് വാഷിൽ നിന്ന് നമുക്ക് കിട്ടും. ഇത് നിങ്ങൾക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നെയ്ക്ക അതുപോലെ ഹിമാലയയുടെ ആപ്പിലും വെബ്സൈറ്റിലും ഒക്കെ കിട്ടും കേട്ടോ. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഡിസ്കൗണ്ടോട് കൂടിയിട്ട് ഇത് കിട്ടും. നിൽക്കാൻ്റെ ബിരിയാണിയുടെ റെസിപ്പി കാണിക്കണം എന്ന് വിചാരിച്ചതാണ് ഞാൻ. അതിന് റെസിപ്പി ഇനിയിപ്പോ നമ്മളെ ഈ കിച്ചണിൽ എന്തായാലും ഇപ്പൊ റെസിപ്പി കാണിക്കാൻ പറ്റൂല. ഇത് തർത്തീബ് ബിരിയാണിയാണ്. അടുത്ത ബിരിയാണി നമുക്ക് കാണിച്ചു കൊടുക്കണം കേട്ടോ. എല്ലാവരും ചോദിക്കാറുണ്ട്. നിങ്ങൾ ഇരിക്കണ്ടാവുക ഇക്ക ബിരിയാണി ഉണ്ടാക്കിയ പിന്നെ എനിക്കൊരു പണിയില്ലല്ലോ എന്ന്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി പിന്നെ ബിരിയാണിക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയതൊക്കെ ഞാനാണ് കേട്ടോ. യാമിക്കുട്ടി നീക്കണേൻ്റെ മുമ്പ് ഒരു വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ വേഗം ഇട്ടിട്ട് പോയത്. അപ്പൊ ഇതിനെന്താ യാമിക്കുട്ടിയൊക്കെ നെയ്ച്ചിട്ടുണ്ട്. രണ്ടാളിതാ അടുക്കളയിൽ ഊഞ്ഞാലാടിയിട്ട് ബിരിയാണി ഉണ്ടാക്കി നമുക്ക് ഇവിടെ തന്നെ മതിയേക്കാം. ഇത് കണ്ടിട്ട് ഇവിടെ മതിയെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങള് എല്ലാവരും മറ്റേ പുതിയ ആൾക്കാരോട് പറയരുത്, സക്കീർഖാന്റെ വീട്ടില് മറ്റേ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലത്തൊക്കെ ഊഞ്ഞാലാണ്, എനിക്കൊരു ഊഞ്ഞാല് കെട്ടിത്തണ്ടെന്ന് ആരോടും പറയരുത്. യാമിക്കുട്ടിക്ക് അമ്മാവ് ഉണ്ടാക്കണ്ടേ? ഉണ്ടാക്കി തരാം. അമ്മാവും വേണം, ഒരു ചിക്കന്റെ കാലും കൊടുക്കണം. ബിരിയാണി ദമ്മിട്ട് കഴിഞ്ഞ് പോയിട്ടോ. ഇനി യാമിക്കുട്ടിക്കുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കട്ടെ. യാമിക്കുട്ടിക്കുള്ള പൊടി ഇന്ന് ഇത് ഹോം മെയ്ഡ് സെർലാക്കൻ്റെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു ചാനലിൽ കേട്ടോ കണ്ടത്. എൻ്റെ ഫ്രണ്ട് തന്നെയാണ് ഓള്, പക്ഷെ പേരിങ്ങോട്ട് കിട്ടണില്ല. അതാണ് ഞാൻ ഈ ചാനലിൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കാറില്ല യാമിക്കുട്ടിയുടെ ഫുഡ് എന്ന്. ഇത് പിന്നെ നവരി അണ്ടിപ്പരിപ്പും കൂടിയും ഉണക്കി വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. ഇത് ഓൾക്ക് ഇടക്കിടക്ക് കൊടുക്കാനുള്ള സ്നാക്സാണ്. അണ്ടിപ്പരിപ്പ്, വാൽനട്ട് അങ്ങനെയുള്ളതൊക്കെ ഇത് ഓൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. എനിക്കും ഇഷ്ടപ്പെട്ടു ഇത്.
സ്റ്റൗവിൻ്റെ അറ്റത്ത് ഇതെന്താന്ന് ആരൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ. ഇങ്ങനൊരു സാധനം ഇത് ഓൺലൈനായിട്ടൊക്കെ വാങ്ങിച്ചതാ കേട്ടോ. അത് ഈ സ്റ്റൗവിൽ നിന്ന് പാത്രങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് തള്ളി പോരാതിരിക്കാനും പിന്നെ ചൂടൊക്കെ ഒരുമിച്ച് കൂടാനും അങ്ങനെ കൂടിയിട്ട് ഓൺലൈനിലില്ല കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഊഞ്ഞാലാടാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാക്കാറില്ല അല്ലേ? ഏത് പ്രായക്കാർക്കും ഊഞ്ഞാലാടാനൊരു ഇഷ്ടമാക്കാൻ. ചിലവർക്ക് തലകറക്കം ഉണ്ടാവും. സുലൂന് വലിയ ഇഷ്ടമല്ല ഊഞ്ഞാലാടുന്നത്. അപ്പോൾ ഊഞ്ഞാൽ നമ്മൾ അടുത്ത് ഇങ്ങനെ നമ്മൾ എപ്പോഴും ഇരിക്കാൻ തോന്നും. ഓഫാക്കണോ? ഇല്ല. യാമിയെ അമ്മാമ തിന്നണ്ട്. അമ്മാമ തിന്നണ്ട്. നമ്മളെ വീട് പണി കാണാൻ പോവാണല്ലേ. നമ്മളെ വീടൊക്കെ പൊളിക്കടി. ഇവിടുത്തെ കട്ടികളൊക്കെ വെച്ചിട്ടോ. എന്താ യാമിക്കുട്ടി അമ്മാമ്മ തിന്നൽ കഴിഞ്ഞാൽ അയിമ്പത്തന്നെ ഇരുത്തിയിട്ടോടെ മുടി കെട്ടി കൊടുക്കല കേട്ടോ. ഇന്നിപ്പോൾ മുടി കെട്ടി കൊടുത്തിട്ടില്ല. എന്നോട് കുറേ കൂട്ടുകാരാണ് മുടി കെട്ടാതെ ഒന്ന് കാണിക്കുമോ, മുടി കെട്ടാതെ. ഇതായി കുട്ടിയുടെ കൊല ഇങ്ങനെയാണ്. മുടി കെട്ടി വൃത്തിയായാലുള്ള കുട്ടികളെ നല്ലൊരു രസമാക്കാൻ. അയ്യോ ആ ഊഞ്ഞാലാടാ, നമുക്ക് ഊഞ്ഞാലാടാ. ദമ്മ പൊട്ടിക്കാൻ പോവാ. അമ്മിക്കുട്ടി ബസ്സിൽ പോവാ. ബസ്സിൽ പോവാ. എന്ത് യാമിക്കുട്ടിന്റെ മഞ്ഞ വാട്ടർ മെലൻ കുപ്പായാണ് കേട്ടോ. ഇത് ഉമ്മച്ചി ഓൺലൈനായിട്ട് വാങ്ങിച്ച് അയച്ചതാണ് അല്ലേ? ഉമ്മച്ചി തന്നതല്ലേ ഉടുപ്പ്? പറഞ്ഞെടുത്ത എല്ലാവരോടും പറഞ്ഞെടുത്താ. എങ്ങനെയുണ്ട് എന്റെ ഉമ്മച്ചി തന്ന ഉടുപ്പ്? ചേച്ചിക്ക് നല്ലൊരു കോട്ടൺ ആട്ടോ. 2 പ്രാവശ്യം വാഷ് ചെയ്തിരിക്കണം, വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ വലിയ കുട്ടിയായോ? അച്ചോനെ ഞാൻ വിടാൻ പറ്റില്ല. അമ്മ കുട്ടിക്ക് വീഴൂലേ. ഓളെ ഉറക്കാന് ഇക്ക് സ്വപ്നൊക്കെ ഈ ഊഞ്ഞാലമ്മക്കാർ വരെ വിട്ടോ. എന്നിട്ട് ഈ ഊഞ്ഞാലമ്മ ഇരുന്ന് ആടിക്കഴിഞ്ഞാൽ ഓളെ ഉറങ്ങും. ഇന്ന് കുടിയിരിക്കലൊക്കെ ആയിട്ട് സ്പെഷ്യൽ ബിരിയാണി അടുത്ത വീട്ടിലേക്ക് ഉണ്ടല്ലേ. ഞങ്ങള് വന്നിട്ട് ഇങ്ങോട്ട് മാറിയിട്ട് ആദ്യത്തെ ബിരിയാണി അല്ലേ. അപ്പൊ അയൽക്കാർക്ക് കൊണ്ടാ. ഞങ്ങൾ തൊട്ടപ്പുറത്തെ അയൽക്കാരാണ് കേട്ടോ. പക്ഷെ വളഞ്ഞ് തിരിഞ്ഞ് വരണം ഇങ്ങോട്ട് നിന്ന് മാത്രം. തൈര് ഇതിലെടുക്കല്ലേ. ബക്കറ്റ് ബിരിയാണി ഞാൻ മോളൂനോട് പറഞ്ഞിരിക്കുന്നു. എടി ബിരിയാണി ഉണ്ട് കേട്ടോ, ഞാൻ വിളിക്കണ്ട്. ഞാൻ ഓളെ വിളിക്കട്ടെ. പറഞ്ഞ് യാമിക്കുട്ടി വലുതായി, യാമിക്കുട്ടിയാണ് കൊണ്ടുപോവുക ബിരിയാണിയൊക്കെ അല്ലേ അടുത്ത വീട്ടിലേക്കൊക്കെ. ഇതാ സൈനന്റെ ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി കൊടുക്കുവോ? മോളോ നമ്മളെ ബോബുക്കുട്ടനും ഇവിടെ ഉണ്ട് കേട്ടോ. ബിരിയാണിൻ്റെ ഒപ്പം ഇതാ നല്ല അടിപൊളി അച്ചാറുണ്ട് കേട്ടോ. അത് ജാസ്മിൻ കുട്ടി ഉണ്ടാക്കിയിട്ട് കൊടുത്തയച്ചതാണ്. ഓളെ വീട്ടിൽ ആദ്യമായിട്ട് ഉണ്ടായ ഇരുമ്പാമ്പുളി കൊണ്ട് ഉണ്ടാക്കിയല്ലോ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഗർഭിണിയാകുമ്പോൾ നെല്ലിക്കച്ചാർ കൊടുന്നില്ല, അതേപോലെ നല്ല ടേസ്റ്റുള്ള ഇരുമ്പാമ്പുളി അച്ചാർ കേട്ടോ. വന്ന് ഇത് കൂട്ടിയിട്ടാണ് ഞങ്ങളെ ബിരിയാണി. ഇപ്പോൾ ഡൈനിങ് ടേബിൾ സെറ്റപ്പ് ഒന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ നിലത്തിരുന്നിട്ടാണ് ബിരിയാണി കഴിക്കണേ. നമ്മളല്ലേ ഗൾഫിലത്തെ റൂം പോലെയാണ്. ഗൾഫിലത്തെ റൂമിൽ ഇതേപോലെ നിലത്തിരുന്നിട്ടാണ് കഴിക്കാം. അപ്പോൾ ഇതാ ജാസ്മിൻ കുട്ടിയുടെ ഇരുമ്പാമ്പുളി അച്ചാറും ഇക്കാൻ്റെ എന്താണ് തർത്തീബ് ബിരിയാണി കൂട്ടിയിട്ട് കഴിക്കട്ടെ. കഴിച്ചിട്ട് കാണാം കേട്ടോ. വരിക്ക ജാസ്മിൻ കുട്ടി എൻ്റെ അച്ചാറുണ്ടല്ലോ അടിപൊളി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു ദിവസം അവിടെ പോയപ്പോൾ അച്ചാർ ടേസ്റ്റ് ഉണ്ട് പറഞ്ഞപ്പോഴാണ് ഇക്കാണ് ഇത് കൊടുത്തയച്ചിരിക്കുന്നത്. കാക്കന്റെ കുട്ടിയാരാ? കാക്കന്റെ സ്വത്താരാ? മുത്താരാ? നിങ്ങൾ നല്ല അടിപൊളി ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അനക്ക് എന്തായിരുന്നു കല്യാണത്തിന്? ഞാൻ സുർബിയാന് ബിരിയാണി, ബീഫ് ബിരിയാണി, പിന്നെ സലാഡ്, ഫ്രൂട്ട് സലാഡ്, എന്തൊക്കെ തിന്നു അറിയണക്ക്. ചോദിച്ചോ? അതെ യാമിക്കുട്ടിയുടെ ബ്രദർ അല്ലേ? അനിയത്തിയാണ് അനിയത്തിയാണ്. ഷെഫ്മോൻക്ക് കല്യാണം എന്നിട്ട് ഓന് കല്യാണൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അവന്റെ കൂടെ പഠിച്ച കുട്ടിയല്ലേ നമ്മളെ ബാച്ചിൽ. രേഷ്കന്റെ കല്യാണം കൂടി വരികയാണ് കേട്ടോ. എല്ലാരും പോവാണ്. കറക്കം കഴിഞ്ഞിട്ടില്ലേ? പോവാണ്.
ടാറ്റ എടുത്ത കാക്കക്ക് ചായ വേണ്ട കാക്ക പോവാണേ കാക്കപ്പ വരൂട്ടാ കളിച്ചോട്ടാ യാമിക്കുട്ടി നല്ല ഹാപ്പിയാ പുതിയ വീട് മാറിയിട്ടില്ലേ യാമിക്കുട്ടിയെ എന്തോ പെറുക്കിട്ടു വായക്ക് യാമി നമ്മൾ പെടിന്നിട്ടടി ചാടിക്കണ താഴത്തെ പോലെ ഞമ്മക്കൊരു പേടി തോന്നൂല ഞമ്മക്കൊന്നെ പേടി തോന്നുന്നുണ്ട് പക്ഷെ വീഡിയോ കാണുന്ന കയ്യിലേറെ പേടിയാക്കാരില്ലേ എല്ലാരും ഞങ്ങളെ യാമിക്കുട്ടിനെ നോക്കണം എന്നാ പറഞ്ഞിരിക്കണത് യാമിക്കുട്ടിനെ സ്വപ്നം പറയും 10 കണ്ണോണ്ട് നോക്കണം കേട്ടോ തള്ളാര് പറഞ്ഞ പോലെ പറയും 20 കണ്ണോണ്ട് ഞാനൊരു 10 ഇക്കൊരു 10 ഞങ്ങളെ ചായയോടെയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് പണികളൊക്കെ എന്തായി എന്നൊക്കെ കാണാൻ പോവാണല്ലേ ഉള്ളിയൊക്കെ നമുക്ക് നമ്മളെ വാതിലൊക്കെ ഓടി വെച്ചോ എന്തൊക്കെയാണ് കട്ടില് മാറ്റിട്ടോ കട്ടില് മാറ്റി ഡോർ വെച്ചിട്ടില്ല ഡോർ പഴയ ഡോർ തന്നെയാണ് ഇരുമ്പിന്റെ കേട്ടോ അവര് പറഞ്ഞ തുരുമ്പൊന്നും പിടിക്കൂല വീട്ടുകൾ കൂടെ നന്നാവായിരിക്കും പക്ഷെ ഇതിന്റെ ഇരട്ടി റേറ്റും ഉണ്ടാവുമായിരിക്കും എനിക്ക് അറിയില്ല കേട്ടോ ഇരുമ്പ് അപ്പൊ ഞങ്ങൾ വെച്ചിട്ടുള്ളത് ഇതിപ്പോ പ്രൈമർ അടിച്ചിട്ട് നമ്മൾ പെയിന്റ് അടിക്കും പിന്നെ നനവൊന്നും കൂടുതൽ ചെല്ലുന്നില്ലല്ലോ എന്തായാലും ഞങ്ങളിത് വെച്ച സ്ഥിതിക്ക് ഇതിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ അല്ലേ എന്നൊക്കെ നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റുമല്ലോ ജനൽ വെച്ചു ഇതൊക്കെ വെച്ചതിന്റെ ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ ഞാൻ വേറെ ഉണ്ടാവും കേട്ടോ ഇതിന്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതിന്റെ വർക്ക് ഒന്നും കഴിഞ്ഞിട്ട് എന്നാലും ഇതാകും ടൈൽസ് പൊട്ടിയിട്ടില്ല പക്ഷെ ഇടയ്ക്ക് എടുത്തിട്ടുണ്ട് ഈ ടൈൽസ് എടുത്തിട്ടുള്ളൂ ഇത് വെക്കാൻ പറ്റുക അത് ഞാൻ പറഞ്ഞറിയോ എനിക്കിതൊക്കെ ചെതൽ പിടിച്ച സമയത്ത് വീട് പൊളിച്ചിട്ട് ഈ ജനൽ എടുക്കാൻ പറ്റൂല എന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇത്രക്ക് കേട് വന്നിട്ടാണ് ഇതിന് പണി നടക്കാന്നുള്ളത് ഇപ്പൊ മനസ്സിലായി മറ്റേത് നടക്കാത്തൊരു കാര്യം എന്നാണ് വിചാരിച്ചത് അപ്പൊ ഈ ജനൽ മാറ്റി ആ ജനൽ മാറ്റി ഇതൊന്നും പൊളിഞ്ഞിട്ടില്ല കേട്ടോ അത് പറക്കുമ്പോ കുറച്ച് ഗ്യാപ്പ് ഉണ്ട് ഇത് കമ്മിയാണ് കേട്ടോ ഇത് ലാസ്റ്റ് എടുക്കും ഇതാ ഇവിടൊക്കെ ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് തേച്ചിട്ട് ശരിയാക്കണ്ടേലും ഇതൊക്കെ തേപ്പ് ഇങ്ങോട്ട് കുയ്യോ എന്താ ഇവിടുത്തെ 3 വാതിലും കൊടുത്തു എല്ലാത്തിനും തേപ്പിന്റെ നല്ല പണി വരുന്നുണ്ട് ഇപ്പൊ വാതിൽ കട്ടിലൊക്കെ എത്ര 3500 അല്ലേ 3500 ആണ് പക്ഷെ നമുക്ക് തേപ്പിന്റെ പണിയൊക്കെ കൂടിയിട്ട് ഫിറ്റിംഗ് ചാർജ് ഒക്കെ വേറെ വരും ഒക്കെ പൊളിച്ചു വീടൊക്കെ പൊളിച്ചല്ലോ എങ്ങനെ അടിച്ചു കടച്ച് വൃത്തിയാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും അത് വെക്കണ വീടല്ലേ അങ്ങനെ കൊണ്ടുവരുന്ന സാധനമാണ് യാമിക്കുട്ടിയുടെ മുന്നോട്ടോ യാമിക്കുട്ടിയുടെ മുന്നിട്ട് ജനല ഈ ജനൽപ്പൊളികളൊക്കെ വെക്കണം അതൊന്നും വെച്ചിട്ടില്ല അത് പഴയ പൊളിയാണ് കേട്ടോ വെക്കുന്നത് അതൊക്കെ ഇങ്ങനെ പൊളിഞ്ഞിട്ട് തേപ്പുകാർക്ക് പണിയുണ്ടേ അപ്പൊ നമ്മളെ ബാത്റൂമിലാണ് ഏറ്റവും വലിയ പണി വരുന്നത് ബാത്റൂമൊക്കെ ഒക്കെ പൊട്ടിച്ച് ആകെ തൂഫാനാക്കിക്കണം വീതനയാണ് ഈ കാണുന്നത് കേട്ടോ ഇവിടെ കുറച്ച് ടൈൽസ് പൊട്ടിക്കണം ഈ സൈഡിൽ കുറച്ച് ഇങ്ങനെ പൊട്ടിക്കണം അപ്പോൾ പറഞ്ഞു കട്ടില പേടിക്കാനൊന്നുമില്ല കട്ടിൽ ഏകദേശം ഇതുവരെ വരുന്നതാണ് ഞാൻ ഗ്രില്ലിന് നടത്തോ ഇന്നത്തെ പണികൾ കട്ടില മാറ്റണം ബാത്റൂം ആക്കലും സിറ്റൗട്ടിന്റെ നട്ടോ ഇനി വാഷ് ബേസ് മാറ്റണം വിചാരിച്ചിട്ടുണ്ട് വാഷ് ബേസിന് മാറ്റണം പോലെ സീലിംഗ് പൊളിച്ചിട്ട് സീലിംഗ് ഈ ബൾബുകളൊക്കെ മാറ്റിയിട്ട് സീലിംഗ് ആക്കുക പച്ച റൂമും ബാത്റൂമും കൂടി കണ്ടു വേണം പച്ച ബാത്റൂമിൽ ലൈറ്റ് ഇല്ല മേലൊക്കെ കഴുകിത്തരാം